ആ പാനലിൽ ഈ പറയുന്ന എല്ലാ പേരും കൂടെ ചേർന്ന് അതിൻ്റെ സയൻറ്റിഫിക് ആ പറയുന്ന യന്ത്രത്തിന് എത്ര കോൺ വേണം, എത്ര അങ്കുലം, ഇങ്ങനെ ഒരുപാട് കണക്കുകളുണ്ട്. നമുക്ക് ആ കണക്കുകൾ നമുക്ക് ക്ലാരിറ്റി ഇല്ല, നമ്മൾ സാധാരണപ്പെട്ട ആൾക്കാരാണ്. പക്ഷേ ഈ ദൈവജ്ഞന്മാർക്കും ഈ പൂജാരിമാർക്കും ഈ പറയുന്ന കണക്കുകൾ, അതായത് ശ്രീചക്രം നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, ശ്രീചക്രത്തിൻ്റെ കൈ കൊണ്ടാണോ മെഷീൻ കൊണ്ടാണോ ചെയ്യുന്നത്, മാനുവലി എഴുതുന്നതിൻ്റെ റിസൾട്ട് കൂടുതലാണ്, പവർ കൂടുതലാണെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ അങ്കുലം പിങ്കുലം കണക്കുകളൊക്കെ വളരെ വ്യക്തമാണ്. ഇത് പൂർണ്ണമായിട്ടും അതുപോലെ മഹാലക്ഷ്മി യന്ത്രം ചെയ്ത് അതിനെ മഹാലക്ഷ്മി കുംഭത്തിലാക്കി എനർജൈസ്ഡ് ചെയ്ത കുംഭം ഈ പറയുന്ന പൂജാരിമാർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ആർക്കൊക്കെ ഉപയോഗിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ബിസിനസ് ഓണേഴ്സിന് ഉപയോഗിക്കാം. ബിസിനസ് ഓണേഴ്സ് എന്ന് പറയുന്നത് സാധാരണ സ്മോൾ സ്കെയിൽ ബിസിനസ് മുതൽ കോർപ്പറേറ്റ് ലെവലിൽ നിൽക്കുന്നവർ വരെയും അവരുടെ ഓഫീസിനകത്തോ അവർ എവിടെയാണോ വ്യാപാരം നടത്തുന്നത്, ബിസിനസ് നടത്തുന്നത്, അവിടെ പൂർണ്ണമായിട്ടും കൊണ്ടുവയ്ക്കാം. അതിന് ചെയ്യേണ്ട കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട്. അത് അവരായിട്ട് തന്നെ പറഞ്ഞ് അവരായിട്ട് തന്നെ ഡയറക്റ്റ്ലി കൊടുക്കുന്നതായിരിക്കും നല്ലത്. കാര്യം നമ്മൾ പറയാൻ ആരുമല്ല. പിന്നെ സാധാരണ ജോലി ചെയ്യുന്നവർക്ക് അവരുടെ കയ്യിൽ പൈസ നിൽക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. സാലറി 1-ാം തീയതി മേടിക്കും, അല്ലെങ്കിൽ 5-ാം തീയതി മേടിക്കും, അങ്ങനെ തന്നെ പോകും. ഒരു 20-ാം തീയതി കഴിയുമ്പോൾ സാലറി അങ്ങനെ തന്നെ പോകുമെന്ന് പറയുന്നുണ്ട്. പക്ഷെ അപ്പോൾ നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കാം. വീടുകളിൽ പൂജാമുറി ഉണ്ടെങ്കിൽ പൂജാമുറിയിൽ വയ്ക്കാം. നമുക്ക് വേറെ എവിടെയെങ്കിലും ആണ് വയ്ക്കാൻ ആഗ്രഹം എന്നുണ്ടെങ്കിൽ ബിസിനസ് ചെയ്യുന്നവർക്കും സാധാരണപ്പെട്ടവർക്കും എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ് മഹാലക്ഷ്മി കുംഭം.